എല്ലാവർക്കും നമസ്കാരം. ന്യൂസിലാൻഡിൽ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അപ്ഡേഷനാണ്. ഇപ്പോൾ നമ്മൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ പുറത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു പാർക്കിംഗ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു പബ്ലിക് പാർക്കിംഗ് സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ സാധാരണ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യമാണ്. അവിടെ ഒരു മൊബിലിറ്റി പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. കാര്യം 1-2 മിനിറ്റ് അല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരിക്കും അവിടെ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത്. ഈ സമയത്ത് ഏതെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഓക്ലാൻഡ് ട്രാൻസ്പോർട്ടിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ വന്ന് ചെക്കിങ്ങിന് വന്നാൽ നിങ്ങളുടെ വാഹനത്തിൽ അല്ലെങ്കിൽ ആ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൽ എക്സ്പയർ ആവാത്ത മൊബിലിറ്റി കാർഡ് കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരു ഫൈൻ എന്ന് പറയുന്നത് നിസ്സാരമായ എമൗണ്ട് അല്ല, $750. അത് നേരത്തെ 150 ആയിരുന്നു, ഇപ്പോൾ അത് $750 ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു വാണിംഗ് ആണ്. ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം അവിടെ പാർക്ക് ചെയ്യരുത്. ഈവൻ മൊബിലിറ്റി വാഹനമാണെങ്കിൽ പോലും കറക്റ്റായ രീതിയിൽ മൊബിലിറ്റി കാർഡ് ഇല്ലാത്ത, അതായത് എക്സ്പയർ ആവാത്ത മൊബിലിറ്റി കാർഡ് ഇല്ലാത്ത ഒരു വാഹനമാണെങ്കിൽ പോലും അവർക്കത് ഫൈൻ ഈടാക്കാം. അതിന് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല. കാര്യം മറ്റ് ഏതെങ്കിലും ഷോപ്പിലെ ഏതെങ്കിലും ഓണേഴ്സോ അവർക്ക് വേണമെങ്കിൽ, അവിടെ വർക്ക് ചെയ്യുന്നവർക്കോ അവർക്ക് വേണമെങ്കിൽ അവർ ഇൻഫോം ചെയ്യാം. ഇന്നൊരു വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ മൊബിലിറ്റി കാർഡ് ഇല്ല എന്ന രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ഇൻഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫൈൻ വരും. അപ്പോൾ ശ്രദ്ധിക്കുക. താങ്ക്